നിസ്കാരത്തിന് റുക്കുവിൻ്റെ ശേഷം ആണല്ലോ ഇഅ്തിദാല്. അപ്പോൾ റുക്കുവിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ പറയാറുള്ളത് സമി അള്ളാഹു ലിമൻ ഹമിദ എന്നാണ്. എന്നാൽ ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്നറിയോ? പഴയ കാലത്ത് സമി അള്ളാഹു ലിമൻ ഹമിദ എന്ന് പറയുന്നതിന് പകരം അള്ളാഹു അക്ബർ എന്ന് തന്നെയായിരുന്നു. റുക്കുവിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണോ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞത്, അതുപോലെയാണ് റുക്കുവിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്തും അള്ളാഹു അക്ബർ തന്നെയായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സയ്യിദുനാ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല അൻഹു പള്ളിയിലേക്ക് വന്നെത്തി. അല്പം വഴുകിപ്പോയി വളരെ വേജാറോടുകൂടെ എനിക്ക് ഒന്നാമത്തെ റക്കാത്ത് കിട്ടുമോ എന്ന പേടിയോടുകൂടെ വുളു എടുത്ത് പള്ളിയിൽ കയറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും റുക്കുവിലാണ്. ഒരാൾ ഇമാമോട് കൂടെ എത്തിച്ചാൽ എനിക്ക് റക്കാത്ത് കിട്ടുമെന്നാണ്. സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല അൻഹു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. സന്തോഷം കൊണ്ട് അള്ളാഹു എനിക്ക് റക്കാത്തെങ്കിലും കിട്ടിയല്ലോ എന്ന് അള്ളാഹുവിനെ സ്തുതിച്ചതാണ്. ഇത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടപ്പോൾ ഉടൻ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ആ റുക്കുഅയിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ സ്തുതിച്ച ആൾക്ക് കേട്ടുത്തരം ചെയ്യട്ടെ. അള്ളാഹുവിനെ സ്തുതിച്ച ആളാരാ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾക്ക് അള്ളാഹു ഉത്തരം ചെയ്യട്ടെ എന്ന ദുആയോട് കൂടെയാണ് അന്ന് മുതൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ റുക്കുഅയിൽ നിന്ന് എഴുന്നേറ്റതെങ്കിൽ അന്ന് മുതൽ ഇന്ന് വരെ ഇനി ഖിയാമത്ത് നാൾ വരെ ഉമ്മത്തികൾ ആ സ്ഥലത്ത് അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിന് പകരം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയാൻ വേണ്ടി ദീന് ശറഅാക്കി തന്നു.